മിസ്റ്റർ ചന്ദ്രൻ. ഓ, ഇന്ന് ITDC സ്വിമ്മിംഗ് പൂളിൽ കുളി, നൈറ്റ് മലബാർ താജിൽ കോക്ടെയിൽ ആൻഡ് 3 course ഡിന്നർ, ടുമാറോ പിക്നിക് ആൻഡ് ഡേ ആഫ്റ്റർ ടുമാറോ ഹണ്ടിങ്. ആർ യു ഹാപ്പി മിസ്റ്റർ ചന്ദ്രൻ? വെറും ഹാപ്പി അല്ല സാർ, ഹാപ്പിയോ ഹാപ്പി. എന്നാൽ ഇതൊന്നും നടക്കില്ല. അതെന്താ സാർ? ഒന്നും നടക്കില്ല എന്ന് കേട്ടപ്പോൾ വിഷമം തോന്നിയല്ലേ? അതെ സാർ. എന്നാൽ ഇതെല്ലാം ആസ്വദിക്കാൻ ഒരു വഴിയുണ്ട്. പറയണം സാർ, സാറിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. പ്രോമിസ്? പ്രോമിസ്. സാറിന്റെ തലയാണ് സത്യം. ഞാൻ വാക്ക് പാലിച്ചില്ലെങ്കിൽ സാറിന്റെ തല പൊട്ടി തരാം. അല്ല വേണ്ട, തല മാറ്റാം. എന്റെ തലയാണ് സത്യം. വേഗം റെഡി ആയിക്കൊള്ളും. ഞാൻ റെഡിയാണ്. സാറിന് എന്താണ് വേണ്ടത്? ഫിനിഷ് ചെയ്യണം. ഇതിപ്പോ ഞാൻ ഫിനിഷ് ചെയ്ത് തരാം. ഡോണ്ട് ടച്ച് ഇറ്റ്. ഒരാളെ ഫിനിഷ് ചെയ്യണം. കൊല്ലാനോ? സാറ് വെറുതെ തമാശ പറഞ്ഞതാവും. സാറ് അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയ ഒരാളല്ല. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. അപ്പൊ സാറ് കാര്യമായിട്ട് തന്നെയാണോ പറഞ്ഞത്? യെസ്. എന്റെ പൊന്ന് സാറേ, ഞാനില്ല, എനിക്കതിന് പറ്റില്ല. ശരിയെങ്കിൽ പോയിക്കോളൂ. ഓ, വളരെ ഉപകാരം. ഓ, നല്ല പണിയാ തന്നത്. ജസ്റ്റ് എ മിനിറ്റ്. പോകുന്നെങ്കിൽ പോകാം, പക്ഷേ ഈ ബംഗ്ലാവിൽ നിന്ന് പുറത്തു കടന്നാൽ നിന്റെ കൈക്ക് വിലങ്ങ് വീഴും. വിലങ്ങോ? എന്തിന്? ഈ കൊലപാതകമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇയാളെ അറിയത്തു പോലുമില്ല. ഞാൻ നിരപരാധിയാണ് സാർ. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. പക്ഷേ പോലീസിന് ഇത് ധാരാളം മതി. സാർ എന്നെ രക്ഷിക്കണം. എത്ര കരഞ്ഞാലും നിനക്ക് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. സാർ, എന്റെ കൂടെ നിന്നാൽ എനിക്ക് കിട്ടുന്ന പണത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരും. ആണോ? കിട്ടുന്നത് പകുതി എനിക്ക് തരുമോ? തരും. 50-50. Agree? ശരി സാർ. ഞാൻ ആരെയാ കൊല്ലണ്ട? നാൻസി, മരിച്ചുപോയ എന്റെ സഹോദരിയുടെ ഏക മകൾ. സഹോദരിയുടെ മകളോ? യെസ്, നാൻസി ഫിലിപ്പ്. പിന്നൊരു കാര്യം, ഇന്നു മുതൽ നീ ചന്ദ്രനല്ല, ചാപ്ലിൻ, മിസ്റ്റർ ചാപ്ലിൻ. ഓക്കെ സാർ. മോളെ, മോളെന്താ ഇത്ര വൈകിയത്? അങ്കിൾ, വരുന്ന വഴിക്ക് കുറെ റൗഡികൾ എന്നെ ഉപദ്രവിക്കാൻ വന്നു. എന്നിട്ട് ഭാഗ്യത്തിന് ഒരാൾ വന്നെന്നെ രക്ഷിച്ചു. മൈ ഗോഡ്. അപ്പൊ എന്റെ തീരുമാനം എത്ര കറക്റ്റാ? എന്താ അങ്കിൾ? ചാപ്ലിൻ, മോളെ, ഇന്നു മുതൽ നീ എവിടെ പോയാലും മിസ്റ്റർ ചാപ്ലിൻ നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ ബോഡി ഗാർഡായിട്ട്. ഇയാളോ? ഇങ്ങനെ ചുവന്ന പഴം പോലെ ഇരിക്കുന്നു വിചാരിക്കണ്ട. കളരി, കറാട്ടെ, കുംഫു എന്നിവയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേടിയിട്ടുള്ള ആളാണ്. സോറി അങ്കിൾ, ഞാൻ ഇപ്പൊ തന്നെ ഒരു ബോഡി ഗാർഡിനെ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. നോ പ്രോബ്ലം. രണ്ടുപേരുള്ളത് എപ്പോഴും നല്ലതാണ്. ഒരാൾ ഇടതും ഒരാൾ വലതും. അത് വേണോ അങ്കിൾ? വേണം. അതെല്ലാം അങ്കിൾ മാനേജ് ചെയ്തോളാം. മോളിൽ നിന്ന് ഫ്രഷ് ആവും. ചെല്ലേ. വന്നവൻ നമുക്ക് പാരയാകും സാർ. അതൊന്നും നീ നോക്കണ്ട. യു ഡു യുവർ ഡ്യൂട്ടി. ഓക്കെ? ഏറ്റു. വരൂ, ഔട്ട് ഹൗസ് കാണിച്ചു തരാം. ഓക്കെ സാർ. ഇത് ഔട്ട് ഹൗസ് അല്ല, ഔട്ടായ ഹൗസാണ്. യോ, ഏത് സമയത്ത് ഉത്തരം ഉച്ചി വീണ് ഞാൻ ഔട്ടാവും. എന്റെ ദൈവമേ. ഹലോ മിസ്റ്റർ ബോഡി ഗാർഡ്. ചന്ദ്രൻ, നീ ഇവിടെ എത്തിയോ? സാഹചര്യം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. നീ എങ്ങനെ വന്നു? സാഹചര്യങ്ങൾ എന്നെയും ഇവിടെ കൊണ്ടെത്തിച്ചു. ഞാൻ ഇന്നു മുതൽ എന്റെ ഒരു പുതിയ ജീവിതത്തിന് ഇവിടെ തുടക്കം കുറിക്കുക. ഞാനും. ഏത് വേഷത്തിലാണാവോ? ഞാൻ മാഡത്തിന്റെ ബോഡി ഗാർഡാണ്. ബോഡി ഗാർഡും? ഞാൻ ആ മാഡത്തിന്റെ ബോഡി ഗാർഡ്. അത് ഞാൻ ഇല്ലാത്തപ്പോ നീ വർക്ക് ചെയ്താ മതി. ആരില്ലാത്തപ്പോ ആര് വർക്ക് ചെയ്യണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇതേ നേരിട്ടുള്ള നിയമനമാണ്. ചന്ദ്ര. സൂര്യ ചന്ദ്രനല്ല, ചാപ്ലിൻ. ചന്ദ്ര സൂര്യനല്ല, ചാർലി. ചാർലി ചാപ്ലിൻ. അങ്ങനെ ഒന്നിപ്പിക്കണ്ട, രണ്ടായിട്ട് തന്നെ നിന്നാ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഏത്? ഷെയറും പോകും, നിന്റെ ഡൽക്കോയും പൊളിയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനവന്റെ ജോലി ചെയ്താൽ മതി. പരസ്പരം പാരപണിയരുത്. പണിതാൽ നീയും സീറോ, ഞാനും സീറോ. പണിതില്ലെങ്കിൽ നീയും ഹീറോ, ഞാനും ഹീറോ. ഓക്കെ? കഴിഞ്ഞതൊക്കെ നമുക്ക് ഇവിടെ മറക്കാം. ഈ ബൊക്കെ എനിക്കാണോ? തന്നേക്കോ. തരുന്നതിനും സാറ് വാങ്ങുന്നതിനും എനിക്ക് വിരോധമില്ല. പക്ഷെ സാറ് വെടി തീരും. അതെന്താ? ഇത് സാധാരണ ബൊക്കെയല്ല, ബോംബ് ബൊക്കെയാണ്. ഇതിനകത്ത് ടൈം ബോംബ് വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോ ഇത് പൊട്ടും. നിന്റെ തല ഭയങ്കര തന്നെ. സാറിന്റെ തലയ്ക്ക് നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ഈ ഡേഞ്ചറസ് ബൊക്കെ ഓപ്പറേഷൻ ഒന്ന് വിവരിക്കാമോ? ഓക്കെ.
ഇത് നാൻസി ഫിലിപ്പിന്റെ മുറിയിൽ ഞാൻ വെക്കുന്നു. പൂക്കൾ ഇഷ്ടപ്പെടുന്ന നാൻസി ഇതെടുത്ത് മണപ്പിക്കുന്നു. നല്ല ധൈര്യം ഉണ്ടല്ലോ. മരണം സംഭവിക്കുന്നു, സ്വത്ത് മുഴുവൻ സാറിന് കിട്ടുന്നു, പകുതി വാട്ടി ഞാൻ ദുബായിക്ക് പോകുന്നു. സാറ് പോവുക പോകാതിരിക്കുക എന്തുകൊണ്ടും ചെയ്യുന്നു. വെരി സിമ്പിൾ. അതെങ്ങനെ മനസ്സിലായില്ലല്ലോ? മനസ്സിലായില്ലേ? 50-50 അല്ലേ നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ്? ഓ അങ്ങനെ പകുതി. എന്താ വാക്ക് മാറാൻ വല്ല പരിപാടിയുണ്ടോ? ഏയ് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല കൃത്യസമയത്ത് പൊട്ടുമെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. ഓഹോ എന്ന് ഇനി സമയങ്ങളണ്ട. ഓപ്പറേഷൻ തുടങ്ങിക്കോളൂ. ബ്ലെസ്സിങ്സ്, അനുഗ്രഹം. ആ ആ എന്താ ബോഡി ഗാർഡ് ബൊക്കെ ഇത് അല്ല ബൊക്കെ മാഡത്തിന്റെ മുറി കൊണ്ടുവയ്ക്ക. മേഡം കുളിക്കാണ്. എന്നാ കുളിമുറി കൊണ്ടുവയ്ക്കേ. അല്ല കുളി കഴിഞ്ഞ് മുറി വരുമ്പോ കൊണ്ടുവയ്ക്കണം. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടും കടലി. പഴം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പള്ളി. വാസന്തി, പൂക്കൾ ആർക്കാ? അച്ചേട്ടന് ഞാൻ. നിന്റെ മനസ്സെനിക്കറിയാം. നിനക്ക് എന്നെ ജീവനാണെന്നും അറിയാം. നമുക്കുണ്ടാകുന്ന കുഞ്ഞ് ഇതുപോലെ ഇരിക്കണം കേട്ടോ. പാടാ നീ ഒന്നും പോയിച്ച് കേട്ടോ. അയ്യടാ കള്ള. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇപ്പൊ ബോംബ് പൊട്ടും. മാഡം ക്ലോസ്. എന്റെ ദൗത്യം തീരുന്നു. എനിക്ക് ഷെയർ കിട്ടും. അതെ, ഇതാണ് നമ്മുടെ കുഞ്ഞിന്റെ പൊന്നരഞ്ഞാണം. പൊന്നരഞ്ഞാണം എവിടെ? പൊന്നരഞ്ഞാണം ആ, വാസന്തി നീ ചെല്ലേ, പോയി എന്തെങ്കിലും ഫുഡ് അറേഞ്ച് ചെല്ല്. ചെല്ലേ. ആ എന്താണെങ്കിൽ ഒരു ശൃംഗാരം. കള്ളൻ. വെറുതെ വല്ലതും പറഞ്ഞ് എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കല്ലേ. ഈ ബൊക്കെ ഇതാർക്കാ? അതെ, ഈ വാസന്തി അല്ല, ഈ നാൻസി കുഞ്ഞിനെ മുറി വെക്കാൻ കൊണ്ടുവന്നതാ. ആ മുറിയിൽ വെക്കാനുള്ള ബൊക്കെ ഞാൻ വെക്കാം. ഓക്കേ? എന്താ വെച്ചോ, എനിക്കെന്താ അയ്യോ. ഈ ബൊക്കെ കൊടുത്തിട്ട് നാൻസിയോട് ഞാൻ എന്താ പറയാ? നാൻസി, ഇതാ ഒരു സ്നേഹ സമ്മാനം. ഇവനെന്താ നാൻസിയുടെ മുറിയുടെ മുമ്പിൽ കിടന്ന് കറങ്ങുന്നത്? ഇവന്റെ കയ്യിലുണ്ടല്ലോ ബൊക്കെ. ഇവൻ നാൻസിക്ക് ബൊക്കെ കൊടുത്താൽ ചാപ്ലിൻ എങ്ങനെ കൊടുക്കും? എന്താ ഇവിടെ? എന്താ ഇവിടെ? ഇവിടെ ഒന്നുമില്ലല്ലോ. നീ എന്താ ഇവിടെന്ന്? അത് പിന്നെ എനിക്കൊരു സെക്യൂരിറ്റി പ്രോബ്ലം ഇവിടെ ഫീൽ ചെയ്തു, അതുകൊണ്ട് നിൽക്കുന്നത്. സെക്യൂരിറ്റി അതെ. പ്രോബ്ലത്തെ എന്തിനാ ബൊക്കെ? ഇത് എന്റെ ഹൃദയ അല്ല ബൊക്കയാ. ഇത് നാൻസിയുടെ റൂമിൽ വെക്കാൻ. നാൻസിയുടെ പറഞ്ഞ് നീ വെക്കണ്ട. അയ്യോ അല്ല, എനിക്ക് വെക്കാനല്ല, സാറിന്റെ തന്നിട്ട് നാൻസിയുടെ റൂമിൽ വെച്ചിട്ട് ഞാൻ പോയിട്ട് അതെ സാറ് കൊടുത്താൽ മതി. പോയട്ടെ. ഓക്കെ? എന്തോ പ്രോബ്ലംസ് ഉണ്ട് ഇവിടെ. ദൈവമേ, മനസ്സ് വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കണമേ. ഓ അങ്കിൾ എന്താ കയ്യില്? ഒന്നുമില്ല ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഹായ്, നല്ല ഫ്ലവേഴ്സ്. ഇത് എവിടുന്ന് കിട്ടി? ഇത് എന്റെ ഒരു ഫ്രണ്ട് ബർത്ത്ഡേ പ്രസന്റ് ഓ ലവ്ലി ഫ്ലവേഴ്സ്. ഇത് എനിക്ക് കിട്ടിയേ പറ്റൂ. ഇത് എനിക്ക് മാത്രമായിട്ടുള്ളതാണ്. അതൊന്നും പറഞ്ഞ പറ്റില്ല, എനിക്ക് ഇപ്പൊ കിട്ടിയേ പറ്റൂ. മോൾക്ക് ഞാൻ വേറെ ഒരെണ്ണം അറേഞ്ച് ചെയ്ത് തരാം. ഇതിൽ നല്ല ഫ്ലവേഴ്സ് എനിക്ക് ഇപ്പൊ കിട്ടണം. ഇപ്പൊ തന്നെ കിട്ടും. ഉടനെ കിട്ടണം. ഉടനെ കിട്ടും. ആ ചേടാ, ഇതിൽ തന്നെ ബോംബ് വെച്ചാൽ മതിയായിരുന്നു. ഈ ചാപ്ലിൻ അവിടെ പോയി കിടക്കുന്നു. സാർ ഒരുത്തരാണ് ഇതിനൊക്കെ കാരണക്കാരൻ. എന്റെ ബൊക്കെ കണ്ടിട്ട് സാറിന് മനസ്സിലായില്ലേ? മുഖത്ത് രണ്ട് ഉണ്ട കണ്ണുകളുണ്ടല്ലോ, പോരാത്തിന് രണ്ട് കണ്ണട വേറെ. എന്തിനാ സാറേ ഇത് കഴുത്തി കെട്ടി തൂക്കിട്ടോട് നടക്കുന്നേ? അല്ല പുള്ളി പുള്ളി. ഈ ഒരെണ്ണം ദൂരെയുള്ളത് കണ്ടുപിടിക്കാൻ, ഈ രണ്ടാമത്തേത് അടുത്തുള്ളത് കണ്ടുപിടിക്കാൻ. ഇതെന്തിനാണെന്ന് പറയാമോ? ഇത് രണ്ടും എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ. മിടുക്ക. ഇങ്ങനെ ഒരു ബുദ്ധിമാനെയാണല്ലോ ഞാൻ ഈ ദൗത്യം ഏൽപ്പിച്ചു വിട്ടതെന്ന് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. രോമാഞ്ചം. താങ്ക് യു സാർ. അവന്റെ ഒരു ഒടുക്കത്തെ ബൊക്കെ ഓപ്പറേഷൻ. ഇതിങ്ങനെ ഒരു കോപ്പ് ഓപ്പറേഷൻ ആവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. സാറിന് എങ്ങനെ അറിയാം? സാറ് ത്രികാലജ്ഞാനിയാണോ? വായ ഇറക്കണ മരക്കഴുതേ. എനിക്കറിയാമോ ആ ബൊക്കെ ഈ ബൊക്കെയാണെന്ന്. ഞാൻ കരുതി ഈ ബൊക്കെ വേറെ ബൊക്കെയാണെന്ന്.
ഇപ്പോഴല്ല മനസ്സിലായി നിന്റെ പൊക്കെയാണ് ആ പൊക്കെയെന്ന്. ഏതായാലും എന്റെ ബൊക്കെ ഹാഫ് ബോയിൽഡ് ആയി. ഇനിയിപ്പൊ എന്താ ചെയ്യാ? വേറെ പദ്ധതികൾ ആലോചിക്കാം. ആലോചിച്ച സോ പഠിച്ചിട്ട് വേണ്ട വേണ്ട വേണ്ട. ഒരു പദ്ധതി പരമുള്ള പദ്ധതി തന്റെ ഞാനാണോ പോയിസൺ മിക്സ് ചെയ്തോ? മിക്സ് ചെയ്തു. ഏത് ഗ്ലാസ്സിൽ? ദേ ഈ ഗ്ലാസ്സിൽ. ഉറപ്പാണല്ലോ? വേണേ കുടിച്ചു നോക്കൂ. കൊണ്ടുപോകണം. ഈ കടങ്കഥയുടെ ഉത്തരം പറ. ഓ മൈ ഗോഡ്, എനിക്കൊന്നും മനസ്സിലായില്ല. ചോദ്യം എനിക്ക് മനസ്സിലായോ? മനസ്സിലായോ? ആ, അതിനൊത്തിരി Please ബുദ്ധി വേണം. repeat, Charlie. ഇതിൽ ഇത്ര മനസ്സിലാക്കാൻ പറയാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മുടെ ചാപ്ലിന്റെ ജന്മദിനം പ്രമാണിച്ച് നമുക്ക് ഒരു ഗ്ലാസ് പായസം കുടിക്കാം. Many many happy returns of the day, Chaplin. താങ്ക് യു മാഡം. നാൻസികൾ കൊടുക്ക്. കുടിക്കാൻ വരട്ടെ. കടങ്കഥയുടെ ഉത്തരം പറഞ്ഞിട്ട് കുടിച്ചാൽ മതി. അയ്യോ ഞാൻ പറഞ്ഞു തൊലയ്ക്കേ. തൊലച്ചോണ്ടിരിക്കല്ലേ? അതായത് ദേ, ഇത് നെല്ല്, ഇത് തോണി, ഇത് കോഴി, ഇത് തോണിക്കാരൻ, ഇത് കുറുക്കൻ. ഈ കുറുക്കനും കോഴിയും കൂടെ ഒരിടത്ത് നിർത്തിയാൽ കുറുക്കൻ കോഴി പിടിക്കും. ഈ നെല്ലും കോഴിയും കൂടെ ഒന്നിച്ച് വെച്ചാൽ നെല്ല് കോഴി. ഈ തോണിയില് 2 ഐറ്റത്തിൽ കൂടുതൽ കയറ്റിയാൽ തോണി മുങ്ങും, കയറ്റാൻ പറ്റില്ല. അപ്പോ എല്ലാ ഐറ്റത്തിനും കൂടി എങ്ങനെ അക്കരെ കടത്തും? അതാണ് ഇവിടുത്തെ പ്രശ്നം. കുറുക്കൻ കോഴിയെ തിന്നാൻ പാടില്ല, കോഴി നെല്ല് തിന്നാൻ പാടില്ല, തോണി മുങ്ങാൻ പാടില്ല, ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങനെ പറ്റും? ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാക്കാൻ പാടില്ല. ഓക്കെ, കുടിക്ക്. ഞാനും കുടിക്കാം. ആഹാ, നല്ല ബെസ്റ്റ് പായസം. എടുക്കൂ, കുടിക്കൂ. കഴിക്ക് ചാപ്ലിൻ. സാറ് പായസം കുടിക്കണം സാർ. നീ കുടിക്ക്. എന്റെ ജന്മദിനമല്ലേ, സാറ് കുടിക്കണം. നിന്റെ ജന്മദിനല്ലേ, നീ കുടിച്ചാ മതി. സാറ് കുടിക്കുന്നതാണ് എനിക്ക് സന്തോഷം. നീ കുടിക്കുന്ന എനിക്ക് സന്തോഷം. അല്ല അങ്ങനെ പറയരുത്. സാർ കുടിച്ചാൽ എടുത്ത് കുടിക്കണം. നീ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിച്ചോളാം. നല്ല ടേസ്റ്റ്. കുടിക്കൂ. അങ്ങൾ കുടിക്കുന്നില്ലേ? നോ ഇനി നോ. ചാപ്ലിൻ, ഇപ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്റെ ആൽബം സാറേ, കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ദൗത്യം ഞാൻ ഏറ്റെടുത്തത്. സാറിന്റെ ഇടപെടൽ കാരണം എന്റെ പ്ലാനിങ് എല്ലാം പൊളിയാണ്. ഇക്കണക്കിന് പോയാൽ ഞാൻ കുത്തുവാള എടുക്കുന്നു മാത്രമല്ല, എന്റെ പുകയും കാണും. ഇതിൽ നല്ല ജയിലിൽ പോയി ഉണ്ട തിന്നെയായിരുന്നു. അപ്പൊ ഉണ്ട തിന്നാൻ തീരുമാനിച്ചോ? ഉണ്ടാവും, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഞാൻ ഈ പണി നിർത്തി സ്ഥലം വിടുകയാണ്. വയ്ക്കോ, പക്ഷെ ആ ഫോട്ടോ എന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അയ്യോ, ഇയാളെന്റെ ഉയരം കൊണ്ടേ പോവും. താൻ വിഷമിക്കണ്ട. നാളത്തെ കൊണ്ട് നമുക്ക് അവളുടെ കഥ കഴിക്കാം. എന്നാ കഥ പറയൂ. രാവിലെ നാൻസി പള്ളിയിൽ പോകുന്നുണ്ട്. അച്ചുവിന് സുഖമില്ലാത്തത് കൊണ്ട് അവൾ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റവനെയും കൂട്ടി. ആരെ? ആ ചാർലിയെ. പള്ളിയിൽ പോയാൽ പിന്നെ അവർ തിരിച്ചു വരരുത്. ഒരു മോട്ടോർ ആക്സിഡന്റ്, എങ്ങനെ? കാറിന്റെ ബ്രേക്ക് കട്ട്. ഐഡിയ, ഇത് ഞാൻ ഏറ്റ്. പിന്നെ കേരളം ആയതുകൊണ്ട് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഈ കാർ ഓവർടേക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്താൽ ലെഫ്റ്റിലേക്ക് വേണം ടേൺ ചെയ്യാൻ. അതുപോലെ ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ കൊടുത്താൽ റൈറ്റിലേക്ക് ടേൺ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ഈ റൈറ്റ് ഡോർ തുറന്നിട്ട് ലെഫ്റ്റ് കൂടി ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യാം. ഈ ഇങ്ങ് തരൂ. ഓക്കെ, carry on. എന്തോ ഒരു ഒരു പക്ഷിക്ക് 2 വെടി, ഒരു വെടിക്ക് 2 പക്ഷി. ഇങ്ങ വന്നേ. താനെന്തിനാ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നേ? ഞാൻ കറങ്ങല്ലോ, നിൽക്കുകയല്ലേ. അത് മനസ്സിലായി. എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? അല്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോളൂ. ഡ്യൂട്ടിയിൽ സിൻസിയർ ആയിരിക്കണം. ഒരു ബോഡി ഗാർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബോഡിയുടെ കൂടെ ഉണ്ടായിരിക്കണം. കേറൂ. അല്ല, നിങ്ങൾക്ക് പലതും സംസാരിച്ചോണ്ട് പോവാമല്ലോ. സംസാരിക്കാനുള്ളതൊക്കെ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. അല്ല, വേറെ പലതും കാണുമല്ലോ. ഞാനൊരു ജെന്റിൽമാനാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചീപ്പല്ല ഞാൻ. ഞാനൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് ഇത് വരാൻ മടിക്കും. ജെന്റിൽമാനാണെങ്കിൽ ധൈര്യമായിട്ട് വരാം. ചാപ്ലിൻ. ചാപ്ലിൻ എന്താ ദൈവത്തിൽ വിശ്വാസം ഇല്ലേ? ദൈവത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാറിൽ കയറാൻ പോകുന്നത്. എനിക്ക് നിന്നെ വിശ്വാസം വിട്ടോളൂ. ഒരു വെടിക്ക് 3 പക്ഷി. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം
കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ചാപ്പിളിൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഈ അവസരത്തിൽ ആര് പാടിപ്പോവും? ഇതൊന്നും അല്ല ചാപ്ലിന്റെ പാട്ട്. വേറെ ചില വെസ്റ്റേൺ മ്യൂസിക് ഉണ്ട് കയ്യില്. മറ്റേ വെള്ളം അടിക്കുമ്പോൾ പാടുന്ന പാട്ട് പറയട്ടാ. എന്നെ ഇവിടെ ഇറക്കി വിടുവോ? അതെങ്ങനെ പറ്റും? ഓ ജീസസ്, വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. ബ്രേക്ക് ചവിട്ട്, പമ്പ് ചെയ്ത് ചവിട്ട്. ഗിയർ മാറ്റ്, ഗിയർ ഡൗൺ ചെയ്യാം. ആക്സിലേറ്റർ ചവിട്ടാനല്ല പറഞ്ഞു. ലെഫ്റ്റ് അടിക്ക്. ഓ ഗോഡ്, ആക്സിലേറ്റർ കുറയ്ക്ക്. ആക്സിലേറ്റർ കൂട്ടാനല്ലോ പറഞ്ഞത്. റൈറ്റ്. എന്ത് വേണ്ട, ഇടിച്ചു നിർത്ത്. മാഡം, 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 ഒന്നും പറ്റിയില്ലോ? എന്തിനാ എന്നെ വിളിച്ചത്? എന്റെ പൊന്നാങ്ങളെ അറിയാതെ ഇന്ന് വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പൊന്നാങ്ങളെവിടെ അനുവാദം മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇത്ര കൂളായിട്ട് ഇങ്ങോട്ട് വിളിച്ചത്. നാളെ ഞാൻ എന്റെ ചന്ദ്രലേഖയെ കാണാൻ വീട്ടിൽ വരും. എനിക്ക് മനസ്സ് തുറന്ന് ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്റെ പൊന്നാങ്ങളെ എങ്ങാനും അറിഞ്ഞാ പൊന്നാങ്ങളെ തട്ടിക്കളെ. അല്ല, തട്ടിക്കറിയ മട്ടുമാറുന്ന ആളാണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ. എന്നാ ഞാൻ ചെല്ലട്ടെ. ആ, എപ്പോ വന്നു? ഞാനോ? ഞാൻ വന്നിട്ട് 50 വർഷം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഒന്നേ ഉള്ളെന്ന്. തന്നെ ഞാൻ എന്തിനിവിടെ കൊണ്ടുവന്നു? താൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണോ? ഈ വന്നേ.